സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറിന്റെ ഈ ഒരു സമയത്ത് എല്ലാവരും പൈസ ചിലവാക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ, എന്റർടൈൻമെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ, പാർട്ടി ചെയ്ത് അടിച്ചു പൊളിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളെങ്കിലും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തല്ലോ. പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന, ഫിനാൻഷ്യലി എങ്ങനെ ഗ്രോ ചെയ്യാം എന്ന് ആലോചിക്കുന്ന, എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് കണ്ടതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോയിലേക്കും ഈ ഒരു പുതിയ വർഷത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പുതിയ വർഷം, ന്യൂ ഇയർ, എത്ര വിചിത്രമായ ഒരു ആചാരമാണല്ലേ. അതായത് എന്നത്തെയും പോലെ ഒരു ദിവസം കൂടി കടന്നു പോകുന്നു. എന്നാൽ ഈ ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ വളരെയധികം കളറാക്കുന്നു, ആഘോഷിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ന്യൂ ഇയറിന്റെ ഈ ഒരു സമയത്ത് എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ലെസൺസ്, പാഠങ്ങൾ പഠിക്കുകയും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുകയും ചെയ്യുന്നു. എന്നത്തെ പോലെയും ഒരു ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ ആകുന്നു. എന്നത്തെ പോലെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ട് പുതിയൊരു ദിവസത്തിൽ സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ദിവസത്തിന് തീർച്ചയായിട്ടും പ്രത്യേകത നമ്മൾ മനുഷ്യർ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു ന്യൂ ഇയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണക്കാരനാകാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും പേര് ചിന്തിച്ചിട്ടുണ്ടാകും, ഇത് വെറും തള്ളല്ലേ, ഇവർ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു ന്യൂ ഇയറിന്റെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പൈസ ഉണ്ടാക്കുന്ന കാര്യമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസിയെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾ ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് ഹാക്ക്, ഒരു ലൈഫ് മന്ത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക. ഈ ന്യൂ ഇയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എങ്ങനെ ഗ്രോ ചെയ്യാം ഫിനാൻഷ്യലി എന്ന് മനസ്സിലാക്കാനായിട്ട്. Sharique Samsudheen, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഇന്നത്തെ ദിവസം, ഈ ന്യൂ ഇയറിന്റെ ദിവസം നിങ്ങൾക്ക് ഒരു 1000-2000 രൂപ ഉണ്ടാക്കുന്ന ഒരു ചെപ്പടി വിദ്യ ഒന്നുമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസിയെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെ വളരെ ഈസി ആയിട്ട് ഒരു വേർഡിൽ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ, നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിനെ നിങ്ങൾ അനലൈസ് ചെയ്യലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്തിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ന്യൂ ഇയർ ആണല്ലോ റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയം, ന്യൂ ഇയർ ആണല്ലോ നമ്മളൊന്ന് ഇരുന്നിട്ട് നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന സമയം. അത് എങ്ങനെ ഉണ്ടായ സിസ്റ്റം ആണെങ്കിലും ആ സിസ്റ്റത്തിനെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കൽ ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പല കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. അപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസസ് കൂടി ആലോചിക്കുക. അത് എങ്ങനെ ആലോചിക്കണമെന്നും എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനലൈസിങ് യുവർ ഫിനാൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വരവുകൾ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്ക് എത്ര കാശ് കിട്ടിയിട്ടുണ്ട്, വരവുകൾ എന്തൊക്കെയാണ്, അത് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത്, എന്നാണ് കിട്ടിയത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചിലവുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തിനാണ് ചിലവാക്കിയത്, എപ്പോഴാണ് ചിലവാക്കിയത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു ബാലൻസ് ഷീറ്റും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റുമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് അതൊരു കമ്പനിയുടെ പ്രവർത്തനം പോലെ തന്നെയായിരിക്കണം ഫിനാൻസസിന്റെ കാര്യത്തിൽ. അതായത് ഒരു കമ്പനിയുടെ കേസ് ആണെങ്കിൽ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ ഒരു പബ്ലിക് ലിമിറ്റഡോ കമ്പനി ആണെങ്കിൽ എന്താണ് അവർ ചെയ്യുക? അതിൽ എത്ര അധികം എംപ്ലോയീസ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി കുറെ അധികം ആൾക്കാർ, കുറെ അധികം ബുദ്ധി രാക്ഷസന്മാർ എന്നിട്ട് ആ കമ്പനിയുടെ വരവുകൾ കൂട്ടാനുള്ള മാർഗങ്ങളെ പറ്റി ആലോചിക്കും, അതിന്റെ ചിലവുകൾ ചുരുക്കാനുള്ള മാർഗങ്ങളെ പറ്റി ആലോചിക്കും, ശരിയായ സ്ഥലങ്ങളിൽ നിന്ന് ചിലവ് ചെയ്യാനും ശരിയായ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർ ആലോചിക്കും. അങ്ങനെ ഓരോ മാസവും ഓരോ ക്വാർട്ടറിലും ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടി കൊണ്ടുപോകാനായിട്ട് ആ കമ്പനിയിലെ ആൾക്കാർ ശ്രമിക്കും. അതായത് അത് വർഷത്തിലൊരിക്കലല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്, ആ കമ്പനിയുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാനായിട്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്? എന്നെയും നിങ്ങളെ പോലുള്ള ആൾക്കാരാണല്ലോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങളടക്കം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഭാവിയിൽ ചെന്നിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്യുമായിരിക്കും. അപ്പോഴെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി, നിങ്ങൾ നടത്തുന്ന കമ്പനിക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യും, ആ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യും. എന്നാൽ നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും കുറെ അധികം ആൾക്കാരും ഇത് ചെയ്യാതെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഫിനാൻസസ് അനലൈസ് ചെയ്ത് ബഡ്ജറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നിർത്തി പോകാവുന്നതാണ്. നിങ്ങളുടെ ന്യൂ ഇയറിന്റെ സമയം, നിങ്ങളുടെ വിലപ്പെട്ട സമയം ബെറ്റർ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ബാക്കി കൂടി കാണുക. നിങ്ങളുടെ ലൈഫിന്റെ ഫിനാൻസസ് അനലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക. ഡെഫിനറ്റ്ലി അത് ഫ്രൂട്ട്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത്, നിങ്ങൾ സമാധാനമായിട്ട് ഒരു ടേബിളിൽ വളരെ വ്യക്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇന്റർനെറ്റ് ബാങ്കിങ് തുറന്നു വെക്കുക. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. അതിനോടൊപ്പം തന്നെ ഒരു എക്സൽ ഷീറ്റ് കൂടി തുറന്നു വെക്കുക. അതിനുശേഷം ഓരോ മാസവും നിങ്ങൾ എടുത്ത്, കഴിഞ്ഞ ജനുവരി മുതൽ ഓരോ മാസവും എടുത്തിട്ട് എത്ര കാശ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനോട് അടുത്ത് തന്നെ നിങ്ങളുടെ ചെലവുകൾ, ആ മാസം ഉണ്ടായ ചെലവുകൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ വരവും ചെലവും കിട്ടുമ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആ മാസം നിങ്ങൾ പ്രോഫിറ്റിലായിരുന്നോ ലോസിലായിരുന്നോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ പേരും പ്രോഫിറ്റിലായിരിക്കും എന്നാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ചെലവ് ചെയ്തത് എന്ന് കൂടി അവിടെ മെൻഷൻ ചെയ്തു വെക്കുക. അപ്പോൾ എന്തിനാണ് ചെലവ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ പലവട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ആവശ്യ ചെലവുകളിലേക്ക് നിങ്ങൾ പൈസ ചെലവാക്കിയിട്ടുണ്ട്, ഏതൊക്കെ അനാവശ്യ ചെലവുകൾ സംഭവിച്ച് നിങ്ങളുടെ പൈസ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ബാക്കി വന്ന പൈസ, അതായത് വന്ന പൈസ ചിലവിന് ശേഷം ബാക്കി ഉണ്ടായ ആ ഒരു സേവിങ്സ് നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ആ സേവ് ചെയ്ത പൈസ നിങ്ങൾ ബാങ്കിലാണോ ഇട്ടിരിക്കുന്നത്, അതോ നിങ്ങൾ എന്തെങ്കിലും FD ഇട്ടിട്ടുണ്ടോ, അതോ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്തിട്ടില്ല എങ്കിൽ മുന്നിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാം. ഏത് ഇൻസ്ട്രുമെന്റ്സിൽ എപ്പോ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത്. അപ്പോൾ ആദ്യത്തെ ഒരു മാസം ചെയ്തതുപോലെ തന്നെ എല്ലാ മാസവും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇയർലി പിക്ചർ കിട്ടും, നിങ്ങൾ ഫിനാൻഷ്യലി എവിടെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന്. ഇത് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം പാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് നിങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വരവുകളുടെ സോഴ്സസ് കൂടി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏത് സോഴ്സിൽ നിന്നാണ് കൂടുതൽ പൈസ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനും പുതിയ സോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്പെൻഡ് റേഷ്യോ എന്ന് പറയുന്നത് 40-30-30 ആണ്. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പോൾ ഈ 40-30-30 റൂൾ പറയുന്നത് നിങ്ങളുടെ ഇൻകമിന്റെ 40%, 40 സ്റ്റാൻഡ് ചെയ്യുന്നത് 40%, നിങ്ങളുടെ വരവിന്റെ 40% നിങ്ങൾ നിങ്ങളുടെ ആവശ്യ ചിലവുകൾക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു 30% എന്ന് പറയുന്നത് നിങ്ങൾ അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ വാണ്ട്സിലേക്ക്, നീഡ്സിലേക്കല്ല, നിങ്ങളുടെ വാണ്ട്സിലേക്ക് നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരു വാച്ച് വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു 30% ഉപയോഗിക്കുക. ബാക്കിയുള്ള 30% തീർച്ചയായിട്ടും അത് നിങ്ങൾ സേവ് ചെയ്യേണ്ട, നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരാമെന്ന് കരുതിക്കൊണ്ട് ആ ഒരു കരുതലോട് കൂടി നിങ്ങൾ സേവ് ചെയ്യേണ്ട എമൗണ്ടാണ് ലാസ്റ്റ് 30% എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂളിനനുസരിച്ചാണോ നിങ്ങൾ ചെലവാക്കിയത് കഴിഞ്ഞ വർഷം എന്ന് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഫിനാൻഷ്യലി നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വരുന്ന വർഷത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസസ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ, ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അതിലേക്കുള്ളതായിരിക്കും. അതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറെ അധികം ആപ്സ് ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാകും. ആ സ്മാർട്ട് ഫോണിൽ ചെന്നിട്ട് ആപ്പ് സ്റ്റോർ ആണെങ്കിലും പ്ലേ സ്റ്റോർ ആണെങ്കിലും ഒരു ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ എക്സ്പെൻസ് മാനേജർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറെ അധികം ആപ്പുകൾ കിട്ടും. ഒരു ആപ്പിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കുറെ അധികം ആപ്പുകൾ കിട്ടും. ആ ആപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ചിലവുകളും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൽ സേവ് ചെയ്തു വെക്കാം. മാസാവസാനം അല്ലെങ്കിൽ ആഴ്ചാവസാനം ആകുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറെ അധികം അനാലിറ്റിക്സ് കിട്ടും, ഗ്രാഫ്സ് കിട്ടും, ചാർട്ട്സ് കിട്ടും. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫിനാൻസ് പ്ലാൻ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇതിനെ ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ് 1011 എന്ന് വിളിക്കാൻ പറ്റും. അതായത് സ്വയം നോക്കിയിട്ട് സ്വന്തം ഫിനാൻസസ് അറ്റ്ലീസ്റ്റ് പ്ലാൻ ചെയ്യാനെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുന്നിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇത് ഫിനാൻസിന്റെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിച്ചത്, ഇത് ഏത് മേഖലയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളെ കരിയർ റിലേറ്റഡ് ആണെങ്കിലും, നിങ്ങളുടെ സ്റ്റഡീസ് റിലേറ്റഡ് ആണെങ്കിലും, നിങ്ങളുടെ സ്വന്തം ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാം കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഏതൊക്കെ മേഖലകൾ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും, ഏതൊക്കെ മേഖലകൾ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂ ഇയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം മധുരമേറിയതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഈ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുക.
കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ തീരുമാനങ്ങളും എവിടെയെങ്കിലും എഴുതി വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്താണെങ്കിലും അത് താഴെ കമന്റ് ചെയ്യൂ. കാരണം ഒരു വർഷം കഴിയുമ്പോഴും ഈ വീഡിയോ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു വന്ന് നോക്കാം നിങ്ങൾ എന്താണ് ഇവിടെ എഴുതിയത്, അതിൽ നിന്ന് എത്ര ദൂരം നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓരോ ലൈക്കും വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയെങ്കിൽ ഇതുപോലെ ബെനിഫിഷ്യൽ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.